ഹലോ നമസ്കാരം, വെൽക്കം ടു ഫ്ലേവർ സ്പോട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മളധികം സ്വീറ്റ് റെസിപ്പീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് ബ്രെഡും പാലുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പം നമുക്ക് ഈ സ്വീറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആകെ 2 ഐറ്റംസാണ് വേണ്ടത്, ബ്രെഡും പാലുമാണ്. അപ്പോൾ ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഇത് സൈഡ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചിടുന്ന അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ടും എടുക്കാം. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലും കൂടി കൂട്ടി കുഴക്കാം. അപ്പോൾ പാലിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല, ഓരോ ബ്രെഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചിട്ട് ഞാൻ പറയാം എത്ര ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് വെച്ച് അത് ടൈറ്റാക്കി എടുക്കാം. കുറച്ചും കൂടി ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് ആക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചൊരു ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയ ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ ആക്കി വെക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മുക്കിപ്പൊരിക്കാൻ മാത്രമുള്ള എണ്ണ എന്തായാലും എടുക്കുക. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പഞ്ചസാര സിറപ്പ് കൂടി റെഡി ആക്കണം. ഇപ്പോൾ പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലോണം കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചോക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് കയ്യിലെടുത്ത് നോക്കാം. ഇത് ഇങ്ങനെ പറ്റുന്ന രീതിയിലാകുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഞാനിത് നേരത്തെ നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത അളവ് നിങ്ങൾ ബ്രെഡിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും അതിനനുസരിച്ച് കൂട്ടണം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരം ഇതിൻ്റെ ഉള്ളിൽ കുതിർത്തിയിടാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്വീറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്.
അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത ശേഷം എല്ലാവരും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.